ഇന്ന് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ലുലുവിൽ കയറിയപ്പോഴാണ് നല്ല ഫ്രഷ് തിലാപ്പിയ ഐസ് ബെഡിലേക്ക് കിടക്കുന്നത് കണ്ടത്. പക്ഷേ ഇത് ഫാമിൽ വളർത്തുന്ന തിലാപ്പിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലും ടേസ്റ്റ് വേറൊരു ടൈപ്പ് സാധനം വരാനുണ്ട്, അതിനാണ്. എന്തായാലും ഞാൻ കുറച്ച് വാങ്ങി പാക്ക് ചെയ്ത് ബില്ലൊട്ടിച്ച് കഴുകാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴാണ് അവർ പറയണത് ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്ന്. അത്രത്തോളം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തതിനാൽ ഞാൻ അതും എടുത്ത് നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇതുവരെ കൈ വെക്കാത്തൊരു മേഖലയാണ് ഇത്തരം മീനുകളുടെ മുറി. ചെറിയ മീനുകളെല്ലാം മുറിച്ചിട്ടുണ്ട്, അയില, മത്തി ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ചെതുമ്പലും നന്നായിട്ട് മുള്ളുള്ള മീൻ ഇതുവരെ ഞാൻ മുറിക്കാൻ നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിനെ കവർന്ന് എടുത്തപ്പോൾ തന്നെ നല്ല 2 മുള്ള് കയ്യിൽ കൊണ്ടിട്ടുണ്ട്. പിന്നുള്ള ടാസ്ക് ഇതിൻ്റെ പിൻഭാഗത്തൊരു മുള്ള് വരുന്നുണ്ട്, അത് നേരെ പൊക്കി പിടിക്കാവുന്നതാണ്. പിന്നെ അതും പൊക്കി പിടിച്ച് സകല മീൻ ദൈവങ്ങളെ ധ്യാനിച്ച് അവിടെ നമുക്ക് തുടങ്ങി. നമ്മളെ തോട്ടിൽ കിട്ടുന്ന ഒരു മീനുണ്ടല്ലോ, കണ്ണൻ എന്നെല്ലാം പറയുന്ന കുറച്ച് വഴുവഴുപ്പുള്ള അതേപോലുള്ളൊരു ടൈപ്പ് സാധനമാണിത്. ഞാനിത് ഇതുവരെ വീട്ടിൽ കൊടുങ്ങാണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല. എപ്പോഴും വാങ്ങുമ്പോൾ അവിടുന്ന് ക്ലീൻ ചെയ്ത് മുറിച്ചിട്ടാണ് വാങ്ങാറ്. നമ്മളെ കാരണവന്മാർ പറയില്ലേ, അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന്, അതേപോലെയാണ്. ഇത് മുറിക്കാൻ വേണ്ടി കൈ വെച്ചപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒരു മീനാണ് ഈ പറയുന്ന തിലാപ്പിയ. അതിനകത്ത് തന്നെയാണ് വില കുറച്ച് കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയത്. ഞാൻ മീൻ മുറിച്ചതിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അയിലയാണ്. എന്തായാലും ഈ ടൈപ്പ് മീൻ മുറിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി വേണം, അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക വേണം. പിന്നെ കാര്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ ചെതുമ്പൽ കളയണ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ പെയിൻറ്റർമാരെല്ലാം കൊണ്ടു നടക്കുന്ന ഒരു ബ്രഷ് മുള്ളുള്ള അതേപോലെ ഒരു സാധനം ഇതിൻ്റെ ചെതുമ്പൽ കളയാൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ ചെതുമ്പലൊക്കെ എവിടേക്ക് തെറിക്കും, എങ്ങോട്ടൊക്കെ തെറിക്കുമെന്ന് ഒരു പിടുത്തം കിട്ടില്ല. നമ്മളിതെല്ലാം മുറിച്ച് കഴിഞ്ഞ് എല്ലായിടത്തും ക്ലീൻ ചെയ്താലും പല ഭാഗത്തായിട്ട് ഇതിൻ്റെ ചെതുമ്പൽ കിടക്കണ കാണാം. അതേപോലെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് കയ്യിൽ കൊള്ളാൻ പാകത്തിലുള്ള മുള്ളുകളാണ് ഇതിനുള്ളത്. കയ്യിൽ നിൽക്കുന്ന മീനാണെങ്കിൽ ചെതുമ്പൽ കളയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ വഴുവഴുപ്പുകൊണ്ട് കയ്യിൽ നിൽക്കാത്ത മീനായതുകൊണ്ട് ചെതുമ്പൽ പെട്ടെന്ന് കളയാൻ പറ്റണില്ല. ആദ്യം ഞാൻ കരുതി വാങ്ങിയ മീനെല്ലാം ഒറ്റ പ്രാവശ്യം എടുത്തിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഫ്രീസറിൽ വെക്കാമെന്ന് കരുതി. പിന്നെ തോന്നി അത് നടക്കുന്ന കാര്യമല്ല, അതിന് ഒരുപാട് നേരം വേണം. അപ്പം ഞാൻ ആകെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 3 പീസാണ്. എന്തായാലും ഇനി മേലാൽ ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്യാണ്ട് ഒരിക്കലും മീൻ വാങ്ങില്ല. കാണിച്ചാൽ എനിക്കിത് പറഞ്ഞ പണിയല്ല. ഒന്നാമത് ഇതിൻ്റെ ഊളമാണോ കയ്യിൽ നിൽക്കാത്തൊരു കുത്തകം കെട്ട മീനും ആണിത്. പിന്നെന്താ വെച്ചാൽ ഇത് കണ്ടപ്പോൾ നമുക്ക് തിന്നാനുള്ള കൊതി കൊണ്ട് വാങ്ങാമെന്ന് പറയില്ലേ, അങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ളതാണ് പിന്നിലെ വാല് മുറിക്കാനുള്ളത്. അത് നേരെ കത്രിക വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ തലയുടെ ഭാഗം മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചെതുമ്പൽ കളയണതും അതേപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കുന്നതും. ഇതിൻ്റെ ഈ മണമാണ് തീരെ പറ്റാത്തത്. പക്ഷേ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഇത് ഉണ്ടാക്കിയതിന് ശേഷം കഴിക്കുമ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ എത്ര വേണേലും കഴിച്ചു പോകും. കാണിച്ചാൽ അത്ര ഇഷ്ടമാണ് എനിക്കിത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് ഫാമിലെ തിലാപ്പിയാണ്. വേറൊരു സാധനം കൂടെ വരാനുണ്ട്, അതാണ് എനിക്ക് ഇതിനെക്കാട്ടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിനെ ക്ലീൻ ചെയ്ത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് കിച്ചണിൽ നോക്കുമ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ചെതുമ്പൽ ഗ്ലാസ് പോലെ കിടക്കുന്നുണ്ട്. നമ്മളെ ചെറിയ ഗ്ലാസിൻ്റെ പീസ് തെറിച്ചാൽ എങ്ങനെ ഉണ്ടോ അതേപോലെ ആയിരുന്നു ഇതിൻ്റെ ചെതുമ്പൽ പലയിടത്തും പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നത്.
പക്ഷേ ഇത് സ്ഥിരമായിട്ട് മുറിക്കണവർക്ക്, കിച്ചണിൽ പണിയെടുക്കുന്നവർക്ക് വളരെ എളുപ്പമാകും. പക്ഷെ എനിക്ക് ഇത്രയും പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാനൊരിക്കലും ഇതേപോലെ മുറിച്ചിട്ടില്ല. ഇത് ആദ്യത്തേതാണ്. മാത്രമല്ല എൻ്റെ കയ്യിൽ ഇത് മുറിക്കാനുള്ള ടൂൾസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയപ്പോൾ ഇപ്പോഴും ജീവനുള്ള പോലെ തോന്നി. ഇത് വെള്ളത്തിൽ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലൊക്കെ ആയിരിക്കുമല്ലേ. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഞാനിത് വീട്ടിൽ കൊടുന്നിട്ട് ഇവിടെ കാണിച്ച ഈ ക്ഷമ എനിക്ക് ഇത്രയും നേരം അവിടെ കാണിക്കാമെങ്കിൽ അവിടുന്ന് മുറിച്ചിട്ട് വാങ്ങാൻ പറ്റിയിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് അവിടുത്തെ ക്രൗഡ് അത്രയും ഭയങ്കര ക്രൗഡ് വന്നാൽ എനിക്ക് എന്തോ ഒരു ഇറിറ്റേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പെട്ടെന്ന് പോകുന്നത്. പക്ഷേ വേറൊരു കോണിൽ കൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ എല്ലാ കാര്യവും ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എല്ലാ കാര്യവും ചെയ്തു നോക്കണം. ഇനി ഞാൻ അടുത്തത് ഈ മീനല്ല വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് മീൻ വാങ്ങിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് നോക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ വാങ്ങി നമ്മൾ സ്വയം ക്ലീൻ ആക്കുമ്പോഴാണ് നമ്മൾ നേരെ വീട്ടുകാർക്ക് ഇത് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവരിത് മുറിക്കാനുള്ളൊരു കഷ്ടപ്പാടൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും. ഇപ്പം അടുത്ത കാലത്തല്ല ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വെട്ടി വാങ്ങാൻ തുടങ്ങിയത്. മുമ്പേ നമ്മൾ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് നേരെ കൊടുക്കല്ലേ ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് നമ്മളെ മേശയിൽ എത്തുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാടൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്തായാലും ഒരുവിധം അതിനെ പരുവപ്പെടുത്തിയെടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കടമ്പ അത് വെട്ടുക എന്നുള്ളതാണ്. ഞാനെന്ത് ചെയ്തു വെച്ചാൽ പലകയിൽ ഇതിനെ വെച്ച് കത്തിയോണ്ട് രണ്ട് ഭാഗം ചെറുതായിട്ട് മുറിച്ച്, പിന്നെ ആ മുള്ളു മുറിക്കണ ഭാഗം മാത്രം കത്തി എടുത്തിട്ട് വെട്ടി. അപ്പോൾ പിന്നെ ശരിക്ക് അതിൻ്റെ മുറിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ മാംസം ഉടഞ്ഞു പോവുക ചെയ്യുന്നത്. എനിക്ക് തിലാപ്പിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എവിടെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ തലഭാഗമാണ്. ആ ഭാഗത്ത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് അതിനുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ക്ലീനിങ് കഴിഞ്ഞ് അതിനെ കഷ്ണാക്കി പിന്നെ വൃത്തിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒഴുകുന്ന വെള്ളത്തിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കും. അതിൻ്റെ എന്തൊക്കെ പോവാനുണ്ടോ, എന്തൊക്കെ ഒഴിവാവാനുണ്ടോ, കളയാനുണ്ടോ അതൊക്കെ കളഞ്ഞിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. പക്ഷെ മത്തി കഴുകുമ്പോൾ മാത്രം ഇത്രയും ഡീപ്പായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറില്ല. മത്തിയുടെ ചില ഭാഗങ്ങൾ എന്താ പറയുക, അതിൻ്റെ കുടലിൽ ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മത്തി ഇത്ര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്കങ്ങനല്ല. ഇതൊരു 5-6 പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ, ഇങ്ങനെ ഒഴുകണ വെള്ളത്തിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. മാത്രമല്ല അതിൻ്റെ ഓരോരോ ഭാഗവും അതിൻ്റെ എന്തൊക്കെ ഒഴിവാക്കാനുണ്ടോ അതെല്ലാം ഒഴിവാക്കിയിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. അയിലാണെങ്കിലും ഞാൻ ഇത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറില്ല. അങ്ങനെ ഇന്നത്തെ മീൻ വെട്ടുന്ന ടാസ്ക് അവിടെ കഴിഞ്ഞ്. ഇനി ഞാനിത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നന്നായിട്ട് വൃത്തിയാക്കി മസാലയും തേച്ച് ഒരു 12 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ ഇന്ന് എടുത്ത് വെച്ച അടുത്ത ദിവസമാണ് പിന്നെ ഞാൻ ഇത് എടുത്തിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും